ഹായ്. അഖിൽ മാരാർ അഖിൽ മാരാർ ഒരു പ്രശ്നം പറയുകയാണ്. എപ്പോഴാണ് ഈ പ്രശ്നം പറഞ്ഞത്? സിബിനെ ഒരാഴ്ചത്തേക്ക് ബിഗ് ബോസിൽ നിർത്തുന്നു. സിബിൻ പുറത്താക്കപ്പെടുകയാണ്. സിബിൻ്റെ ഇഷ്ടത്തോടു കൂടിയല്ല. സിബിന് കിട്ടിയ അക്സെപ്റ്റൻസ് കണ്ടപ്പോൾ കണ്ണ് മഞ്ഞളിച്ച അഖിലണ്ണൻ സിബിന് വേണ്ടിയിട്ട് വക്താവായി വരുന്നു. സിബിന് നാക്കില്ലല്ലോ, സിബിൻ്റെ അണ്ണാക്കിൽ പിരിവെട്ടിപ്പോയില്ലേ. സിബിൻ പറയേണ്ടതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിബിൻ പറഞ്ഞത് പോരാതെ ഞാൻ പറഞ്ഞാലേ ഒരു ശരിയുള്ളൂ എന്നുള്ള രീതിയിൽ സിബിന് വേണ്ടിയിട്ട് സംസാരിക്കാൻ ഇറങ്ങുന്നു. സിബിൻ്റെ വിഷയം മാത്രം പറയുന്നതിന് പകരമായിട്ട് ഒരു പടി കൂടെ മുൻപോട്ട് പോയിട്ട് ഏഷ്യാനെറ്റിലെ ഈ പറഞ്ഞ പ്രോഗ്രാം ചെയ്യുന്ന പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാവരെയും കളിയാക്കിക്കൊണ്ടും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത പെൺകുട്ടികളെയെല്ലാം ത്രിശങ്കു സ്വർഗത്തിലാക്കിക്കൊണ്ടും അഖിലണ്ണൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അങ്ങ് പറഞ്ഞു. അതിനകത്ത് പെണ്ണുങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പെണ്ണുങ്ങളെ ഉപയോഗിച്ച ശേഷം അവളുമാർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു കോംപ്രമൈസ് അവിടെ നടക്കുന്നുണ്ട്. നമുക്കും അങ്ങനെ തോന്നിയിരുന്നു. അത് മുല്ലപ്പൂവിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, അഖിലണ്ണൻ്റെ വിഷയത്തിൽ നമുക്ക് തോന്നി. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. സോ ആ തോന്നലിന് കുറച്ചുകൂടെ ദൃഢം വരുന്ന രീതിയിൽ നമ്മളുടെ ഡോക്ടർ റോബിൻ വന്നൊരു കാര്യം പറഞ്ഞു. ഡോക്ടർ റോബിൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. എനിക്ക് നേരിട്ടത് വളരെ മോശപ്പെട്ട ഒരു രീതിയായിരുന്നു. സിബിൻ ഇറങ്ങിയതിനേക്കാൾ വൾഗറായിട്ട് എന്നെ അവർ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് അവരെന്നെ യൂസ് ചെയ്തു. എനിക്കത് പറയാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു. എഡിറ്റഡ് ആണ്. ഞാൻ ചെയ്തതും പറഞ്ഞതും ഒന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞു. റോബിൻ രാധാകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റോബിൻ പറഞ്ഞത് ചിലപ്പോൾ അക്സെപ്റ്റൻസ് കൂടുതൽ കിട്ടി, താൻ പറഞ്ഞതിന് അക്സെപ്റ്റൻസ് കുറഞ്ഞു പോകും എന്ന ടെൻഷനിൽ നമ്മുടെ അഖിലണ്ണൻ കുറച്ചുകൂടി സ്കോർ ചെയ്ത് റോബിനെ അങ്ങോട്ട് കിടത്തി വെട്ടാൻ വേണ്ടിയിട്ട് റോബിൻ്റെ നാക്കടയ്ക്കാൻ വേണ്ടി ഒരു കാര്യം പറയുകയാണ്. നീ അധികം വായി തുറക്കണ്ട, നിന്നെപ്പറ്റി എനിക്കറിയാം, നിൻ്റെ ഫിനാൻഷ്യൽ കണ്ടീഷൻ എനിക്കറിയാം, തീർച്ചയായിട്ടും അറിയാം. റോബിനെ പണ്ട് പൊതുസമൂഹത്തിൽ നാണം കെടുത്താൻ വേണ്ടിയിട്ട് ഈ അഖിൽ മാരാരാൻ ടീം ഏർപ്പാടാക്കിയതാണ് പേപ്പട്ടി പേയാട് പറഞ്ഞു കൊടുത്ത സ്റ്റോറികളൊക്കെ എനിക്ക് അറിയാവുന്നത്. ഇനിയല്ല, ദുബായിൽ പോകുന്ന വഴിക്ക് റോബിൻ പറഞ്ഞിട്ടുമുണ്ടാകും. സോ ഒരാളുടെ ഫിനാൻഷ്യൽ കണ്ടീഷനൊക്കെ പുറത്തു പറഞ്ഞ് അയാളെ നാണം കെടുത്തി. റോബിൻ എവിടെയും തനിക്ക് ഭയങ്കര ഫിനാൻഷ്യൽ കണ്ടീഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അക്സെപ്റ്റൻസ് നേടിയെടുക്കാൻ ശ്രമിച്ചല്ലോ. അവൻ്റെ ക്യാരക്ടറിനാണ് എല്ലാവരും റെസ്പെക്റ്റ് കൊടുത്തതും ഇഷ്ടപ്പെടുന്നത്. ഇപ്പോഴും അവന് ഫാൻ ഫെയിം ഉള്ളത്. കപ്പ് കിട്ടാതെ ബി ഇതിൽ പങ്കെടുത്തിട്ട് ഒരു റെസ്പെക്റ്റ് അല്ലെങ്കിൽ ഒരു ഫാൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും സിബിനും ഡോക്ടർ റോബിനും തന്നെയാണ്. സിബിനേക്കാൾ കുറച്ചുകൂടെ മൂല്യമായിട്ട് റോബിനെ പറയാം. കാരണം ഒരുപാട് രീതിയിൽ സൈബർ ഇടങ്ങളിൽ അപമാനിക്കപ്പെടുകയും അധിക്ഷേപിക്കപ്പെടുകയും ഈ എഗ്രിമെൻ്റ് കൂടുതൽ ഉണ്ടായതുകൊണ്ട് തന്നെ വീണ്ടും ഏഷ്യാനെറ്റ് വിളിച്ചു വരുത്തി വീണ്ടും അവമാനിച്ചു വിടുന്ന ഒരു സിനാരിയോ ഉണ്ടായത് ഡോക്ടർ റോബിനാണ്. ഇനി അതേ ഒരു പാത്തിലേക്ക് സിബിൻ സഞ്ചരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. എനിവേ, ഈ ഏഷ്യാനെറ്റിനെതിരെ പറയുന്നവരെ ഏഷ്യാനെറ്റ് വിളിച്ചു വരുത്തി ഒന്ന് അവമാനിച്ചു വിടുന്ന ശീലമുണ്ട്. താങ്കളെ അതിനകത്തേക്ക് വിളിച്ചപ്പോഴത്തേക്ക് ഞങ്ങളും അങ്ങനെ തെറ്റിദ്ധരിച്ചത്, പ്രത്യേകിച്ച് അഖിൽ മാരാറിന്. കാരണം ഏഷ്യാനെറ്റിൻ്റെ ഈ ഒരു പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിലും ഭേദം ലുലു മാളിൽ പോയി തുണി പൊക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ എടുക്കാനാണ്. അപ്പോൾ ഇയാളെ കളിയാക്കാനായിരിക്കും വിളിക്കുന്നതെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാത്തിൽ നിന്നും മാറി അവിടെയുള്ള പെൺകുട്ടികളെ പോലും തുണി പൊക്കി കാണിച്ചിട്ട് പോലും അയാൾക്ക് തന്നെ കപ്പ് കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ആ രീതി ഇനിയും ആവർത്തിക്കും, അല്ലെങ്കിൽ തങ്ങളെ ഭയന്ന് വീണ്ടും 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 ഏഷ്യാനെറ്റ് തങ്ങളുടെ മുന്നിൽ കുനിഞ്ഞു നിൽക്കുമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കും താങ്കൾ വീണ്ടും ഇതിനകത്ത് ഇടപെട്ടത്. അവർ വന്ന് പിന്നെ ഈ അഖിൽ മാരാരോട് ഈ കാര്യം പറഞ്ഞ് സോൾവ് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കും അഖിൽ മാരാർ ചെയ്തിട്ടുണ്ടാവുക. സോ എന്ത് തന്നെയായാലും ഡോക്ടർ റോബിന് സപ്പോർട്ടുമായിട്ട് അന്നത്തെ ആ വിഷയത്തിനെ കണ്ടുകൊണ്ട്, അതായത് ഈ റോബിൻ രാധാകൃഷ്ണൻ ഒരു ഗസ്റ്റായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ആ ഷോയിൽ പങ്കെടുത്ത റിനോഷ് ജോർജ് വിഷയം പുറത്തേക്ക് പറയുകയാണ്. അയാൾക്ക് മനസ്സിലായിരുന്നു അതിനകത്ത് സംശയമുണ്ട് എന്ന് കൃത്യമായി പറഞ്ഞിരുന്നു. അതായത് എന്താണ് അതിനകത്ത് നടന്നതെന്നുള്ള സൂചന പോലെ ഡോക്ടർ റോബിന് ഒരു സപ്പോർട്ട് മാത്രമാണ്, അതിനകത്ത് വേറെ ഒന്നും പറയുന്നില്ല, സപ്പോർട്ട് മാത്രമാണ് പറയുന്നത്. ഡോക്ടർ റോബിനെ സപ്പോർട്ട് ചെയ്തു എന്നൊരൊറ്റ കുറ്റം കൊണ്ട് റിനോഷിനെ എടുത്തു വെച്ചങ്ങ് ഉടുത്തു അഖിൽ മാരാർ. നീ അമ്മയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ നീ സ്വിഗ്ഗിയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവനല്ലേ? നീ എവിടം വരെ എത്തി? നിനക്ക് എന്തുണ്ട്? ഞാൻ അവിടെ പോയിരുന്നു, ഞാൻ ഇവിടെ പോയിരുന്നു, ഞാൻ അങ്ങനെയായിരുന്നു, കുറേ അധികം സ്റ്റോറീസ് പറഞ്ഞു. റിനോഷിനെ വളരെ വൾഗറാക്കുന്ന ഒരു സിനാരിയോ ഉണ്ടായിരുന്നു. റിനോഷ് അതിനൊരു മറുപടി ഇട്ടിട്ടുണ്ട്. നമുക്കിന്ന് അത് കേൾക്കാം. അതിന് മുമ്പുള്ള ഇൻട്രോ ആണ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് വിഷയം. സബ്ജക്റ്റ് എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അഖിൽ മാരാറിന് ഇതുപോലെ മറുപടി കൊടുക്കാൻ വേറെ ആരെ കൊണ്ട് പറ്റിയിട്ടില്ല എന്നുള്ളത് വസ്തുത. തീർച്ചയായിട്ടും അയാളുടെ ഒരു വിചാരം താൻ ഭയങ്കര സംഭവമാണ്, താൻ മഹത്വ വ്യക്തിത്വമാണ് എന്ന് തോന്നലിൽ നിന്നാണ് അയാൾക്ക് ഇങ്ങനത്തെ സംസാരിക്കാനൊക്കെ തോന്നിയത്. വാസ്തവത്തിൽ അവനൊരു പീക്രീമല്ല എന്ന് ആ പയ്യൻ പറയാതെ പറയുന്നു. നമുക്കതിനകത്ത് കേൾക്കാം. പിന്നെ ന്യൂജൻ കുട്ടിയായതുകൊണ്ട് ബ്രോ എന്ന് കുറച്ചധികം പറയുന്നുണ്ട്. അത് നമുക്ക് ഇഗ്നോർ ചെയ്യാം, അല്ലേ? കേൾക്കാം. കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ, കുറച്ചധികം ഇഷ്യൂസ് ഉള്ള ചാനലാണ്.
അതിനകത്ത് ഈ വീഡിയോസൊക്കെ എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വോയിസ് മാത്രം കേൾക്കാം. അപ്പം എനിക്ക് ലൈക്ക് അഖിൽ ബ്രോ കഴിഞ്ഞ വീഡിയോയില് എനിക്ക് ഒരു ഇത് തന്നായിരുന്നു, ഒരു സ്പെഷ്യൽ ഇൻവൈറ്റ് തന്നായിരുന്നു. അദ്ദേഹത്തിന്റെ നാട്ടിലോട്ട് കൊട്ടാരക്കര കോട്ട, അങ്ങോട്ട് എനിക്കൊരു ഇൻവൈറ്റ് തന്നായിരുന്നു. എല്ലാവരും ചെന്നിട്ട് അഖിൽ ബ്രോയുടെ സ്വഭാവം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കാൻ വേണ്ടി. അപ്പം ഫസ്റ്റ്ലി ലൈക്ക് വാട്സ്ആപ്പ് കൊട്ടാരക്കര കോട്ടയിൽ എല്ലാവർക്കും നമസ്കാരം. ആൻഡ് യുനോ ഡെഫിനറ്റ്ലി എന്തെങ്കിലുമൊക്കെ ഞാൻ അവിടെ വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവിടുത്തെ ഭക്ഷണം കഴിക്കണം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അഖിൽമാരാറിന്റെ സ്വഭാവം എങ്ങനെയുണ്ട് എന്ന് ഞാൻ ചോദിക്കില്ല, ബിക്കോസ് എനിക്ക് നല്ലപോലെ അറിയാം അഖിൽമാരാറിന്റെ സ്വഭാവം എങ്ങനെയാണ്. ബിക്കോസ് ഞാൻ 3 മാസം മുന്നേ ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പോഴും ഞാൻ കാണുന്നുണ്ട്. അപ്പൊ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അഖിൽ ബ്രോ സ്വഭാവം. അപ്പം നിന്റെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡും കഴിച്ച് നീ അവിടെ ഇരുന്നാൽ മതി അല്ല. ഞാൻ വളരെ കൂളായിട്ട് അഖിൽ ബ്രോ പറഞ്ഞാണ് ഞാൻ പഠിക്കുന്നത്, ഞാൻ എന്നും അങ്ങനെ വിളിച്ചിട്ടുള്ളൂ. അപ്പം അല്ലെങ്കിൽ ഞാൻ ബ്രോയുടെ അച്ചീവ്മെന്റ്സിനെ കുറിച്ചും ലൈക്ക് യുനോ ലൈക്ക് എന്താണ് പുള്ളി ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, മറ്റേ ഈ സ്റ്റേജിൽ പോയി ആ ചാമ്പ്യൻ വിളിച്ചു, അവരിങ്ങനെ ചെയ്തു, ഇവരിങ്ങനെ ചെയ്തു, ഷാജി കഴിഞ്ഞാൽ വിജയമാണ് പരിപാടി. ഓക്കെ, അപ്പൊ അടിപൊളിയാണ്. ഐ എം സോ പ്രൗഡ് ഓഫ്. ഞാൻ ഇവിടെ ഷോ ഇറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കിട്ടുന്ന ഡയറക്ടേഴ്സൊക്കെ വിളിച്ചു പോകും. പക്ഷെ ഇതെല്ലാം സിനിമയിലെ പോകുന്നതിൽ നടക്കാൻ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ആൻഡ് ഫോർ മീ ലൈക്ക് എന്നെ അറിയുന്ന ആൾക്കാർ ഞാൻ നോട്ട് വേണ്ട ഇറങ്ങി എന്റെ ഒരു പടം ഉണ്ടായിരുന്നു ബ്രോ, അത് അങ്ങനെ ആദ്യ ആൾക്കാരൊന്നും നടത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല ബ്രോ. അപ്പം ലൈക്ക് ഹാവ് ടു ഗോ ത്രൂ എ ലോട്ട് ഓഫ് തിങ്സ്. ആൻഡ് ഐ തിങ്ക് ഞാൻ ഒരുപാട് എനിക്ക് ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവില്ല ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ബ്രോ. ആൻഡ് പല ലാംഗ്വേജ് ചെയ്യാനുള്ള ഒരു കൂടെ ബ്രോ, ബിക്കോസ് നമുക്കൊന്ന് തമിഴും തരുമോ ಒಂದು ಕನ್ನಡದಲ್ಲೂ ಮಾತಾಡ್ತೀವಿ. ಸೊ ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് മാസ്റ്റർ ഓഫ് നൺ. അപ്പം പക്ഷെ ഇവിടെ ഐ തിങ്ക് ഇവിടെ ഇത്ര എഫേർട്ട് ഇട്ട് ഇവിടെ നിൽക്കുന്നത് നമ്മളെ കിട്ടുന്ന ഇൻഡസ്ട്രി ആണ്. അപ്പം എന്തെങ്കിലുമൊക്കെ ആണ്. നിങ്ങൾ ഒരിക്കലും ഞാൻ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്ത് കഴിക്കുന്ന കാര്യത്തിനെ കുറിച്ച് കോമഡി ഉണ്ടാകാൻ പാടില്ലായിരുന്നു. അത് മോശമായിരുന്നു, അത് മോശം. എന്താണ് നമ്മൾ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്ത് കഴിച്ചാൽ നിങ്ങൾ പറഞ്ഞില്ലേ എന്ന് വെച്ചാൽ നിങ്ങളുടെ അമ്മ വീട്ടിൽ മറ്റേ ചോറും ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ അത് പോയി കഴിക്കുന്നു. പക്ഷെ ഞാൻ മറ്റേ നേരത്തെ എന്റെ സ്റ്റോറിയിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഇതൊന്നും പറ്റാതെ സ്വിഗ്ഗിയിൽ പൊറോട്ടയും മറ്റേ ഇതൊക്കെ വാങ്ങിച്ച് ഞാൻ തിന്നുന്നു. ബ്രോ, ഞാൻ ഒപ്പറ ഹോട്ടലിൽ നിന്നല്ല ഡെയിലി ഫുഡ് കഴിക്കുന്നതാണ്, ഞാൻ സ്വിഗ്ഗിന്നാണ്. 60% ഓഫറൊക്കെ ഏത് ഹോട്ടലിലാണുള്ളത് എന്നൊക്കെ നോക്കി കറക്കുന്നതിന്റെ കാര്യം ഒരുപാട് പണമുണ്ട്. അവരൊരു ജാറ തെണ്ടിയാണ്. ഇങ്ങനെയാണ് കുറെ ആൾക്കാരുടെ വിചാരം, മനസ്സിലായില്ലേ? എന്റെ അടുത്ത് ഞാൻ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സമയത്ത് എന്റെ അടുത്ത് ആരും ഞാൻ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ എന്റെ അടുത്ത് പറഞ്ഞു, ബ്രോ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കരുത്, ഇതൊരു മലയാളം ഷോ ആണ്, നിങ്ങൾ മലയാളത്തിൽ വിടണം, മലയാളം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ബ്രോ, ശരി, ഞാൻ മലയാളത്തിൽ മിണ്ടാം ബ്രോ, ഞാൻ മലയാളത്തിൽ മിണ്ടാം. അങ്ങനെയാണെങ്കിൽ ഈ ഷോയുടെ പേര് നിങ്ങൾ മാറ്റണം, മറ്റേ ഡാസ്ലർ പ്രസൻസ് ബിഗ് ബോസ് എന്ന് മാറ്റി മറ്റേ ഡാസ്ലർ പ്രസൻസ് വെല്ലു മുതലാളി എന്ന് പറഞ്ഞത് ബ്രോ. അപ്പം 1 മിനിറ്റ് ബ്രോ കഴിഞ്ഞ വീഡിയോ പറഞ്ഞാണ് സർവീസ് മറ്റേ അഖിലോട് വീടുമാറി താമസം പെരമാറി താമസം ഉണ്ടായിരുന്നു. അത് പാല് കാച്ചി അവര് 3.5 മില്യൺ വ്യൂസ് ആൾക്കാർ ഇതൊക്കെ കണ്ട് മറ്റേ പൻവിഷമാണെന്നൊക്കെ പറഞ്ഞു. ബ്രോ അടിപൊളി, ഞാനും കണ്ടായിരുന്നു ആ വീഡിയോ. ആൻഡ് അഖിൽ ബ്രോ നിങ്ങൾ എന്നെ പേഴ്സണലി ഇൻവൈറ്റ് ചെയ്താണ്, നിങ്ങൾ എന്നെ വിളിച്ച് ഇൻവൈറ്റ് ചെയ്താണ് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് വന്നെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ നിങ്ങൾ പറഞ്ഞായിരുന്നു എനിക്ക് ഇവിടെ വീട്ടിലൊരു മെഡിക്കൽ ഒരു പരിപാടി ഉണ്ട്, അതാണ് എനിക്ക് വരാൻ പറ്റത്തില്ല. ഞാൻ വന്നതും ആ വന്ന വീഡിയോ ഭയങ്കര രസമാണ്. ആ ഒരു ശ്രീ അഖിൽ മാറാം അയാൾ തന്നെയാണ് പറയേണ്ടത്, ഞാനല്ല. ബിക്കോസ് അഖിൽ ബ്രോ ആണ്. അഖിൽ ബ്രോ അടുത്തൊന്ന് പോയി നോക്കിയാൽ മതി. മറ്റേ ഞാൻ പോകുന്ന വീഡിയോ, ഞാൻ മറ്റേ ടാറ്റ മാമൻ പോകുന്നു എന്ന് പറഞ്ഞ് മറ്റേ ടാറ്റ പറയുന്ന വീഡിയോയില് അഖിൽ ബ്രോ ആണ് എന്ന് പറയുന്നത്. മറ്റേ ഇവൻ നല്ല ഫൈറ്റർ ആയിരുന്നു, ഇവൻ എനിക്ക് നല്ല എതിരാളിയായിരുന്നു. എന്തുകൊണ്ടാണ് അഖിൽ ബ്രോ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയത്? പറയൂ, നിങ്ങളാണ് ഇതിന് ഉത്തരം പറയേണ്ടത്. അപ്പം നിങ്ങൾ പറയാം എനിക്ക് മറ്റേ എന്താണ് വയ്യാതെ കിടന്ന് കൊച്ചിനോട് വിട പറയുമ്പോൾ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കുറിച്ച് ഇങ്ങനെ ആകും ബ്രോ. അപ്പം അങ്ങനെ പോകും. എന്തായാലും ഇതിന്റെ ഒരു ഉത്തരം ആയിരുന്നു. പിന്നെ ഈ പറയുന്ന ഇത്രയും നാള് ഷോയിൽ നിങ്ങളെ കാണിച്ചിട്ടില്ല, പെട്ടെന്ന് നിങ്ങളെ മാറ്റിച്ചു, 50 ദിവസം ഇങ്ങനെ കാണിച്ചു അങ്ങനെ കാണിച്ചു ബ്രോ ആയിരുന്നു. പക്ഷെ എനിക്ക് അറിയാൻ ഒരു കാര്യമുള്ളൂ, ഈ ഷോയുടെ ഇടയ്ക്ക് എന്റെ തുടക്കം വിറ്റില്ലേ, നിങ്ങൾക്ക് പെട്ടെന്ന് ആശുപത്രി പോകേണ്ട ഒരു സീറമായിരുന്നു. ആശുപത്രിയിൽ നിങ്ങൾ പോവുകയും ചെയ്തു. നിങ്ങൾ പോയി, നിങ്ങൾ വന്നപ്പോൾ നിങ്ങൾ പുറത്തെ പല കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് വന്നത്. അത് ഞാനല്ല പറയുന്നത്, നിങ്ങൾ എന്നോട് പറയുന്നുണ്ട്. അപ്പോഴാണ് എന്റെ റിനോഷൻ പിയാളാടി ഇവൻ ഇങ്ങനെയാണ് എന്നൊക്കെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ വന്നു. ഓൾസോ അതില് വർക്ക് ചെയ്തേക്കുന്നത്, അതിലുണ്ടായിരുന്ന അല്ലെ അതില് ഒരു ക്രൂ ആയിട്ട് ഉണ്ടായിരുന്ന ഒരാളെ ഈ പേരില് എവിടെയൊക്കെയോ പിരിച്ചു വിട്ടു എന്ന് ഞാൻ ചില കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കപ്പെടുന്നു ബ്രോ. അപ്പം എനിക്കറിയില്ല, പക്ഷെ അഖിൽ ബ്രോ തന്നെയാണോ എന്ന് പറഞ്ഞത് ഇങ്ങനെ കേൾക്കുന്നത്. അപ്പൊ അനുഭവം അല്ല അന്ന് പറഞ്ഞാൽ ഞാൻ ഇറങ്ങി നോക്കുന്നു. സെൻസ് ഉള്ളവരും ഇത് കണ്ടിട്ടുള്ളവർക്കും ക്ലീൻ ആയിട്ട് മനസ്സിലാവും. അവിടെ ഇരുന്ന് ഇന്ന വ്യക്തി അവിടെ ഇങ്ങനെ പറയണം ഇങ്ങനെ അല്ല എങ്ങനെ. അപ്പം ഞാൻ റൈറ്റ് ഞാൻ ബ്രോ, നിങ്ങൾ എന്റെ ഏത് ഇന്റർവ്യൂ നിങ്ങൾ എടുത്ത് പോയി നോക്കിക്കോ. ഞാൻ എവിടെ സംസാരിക്കുന്നു ഒരാൾ സംസാരിക്കുമ്പോൾ എന്റെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള കാര്യമാണ് ബ്രോ. നമ്മുടെ തുടക്കത്തിരിക്കുന്ന അതിന്റെ ഒരു നോട്ട് ആരെയും മറ്റേ തല്ലി തോപ്പിച്ചോ അല്ലെ എന്റെ പവർ ഈ പറയുന്ന പോലെ എന്റെ സ്ട്രെങ്ത് ഇതിലാണെന്ന് കാണിച്ചിട്ട് ആരെയും ഇത് ചെയ്യാൻ ഞാൻ നോക്കിയിട്ടില്ല 100% ആണ്. അപ്പൊ എനിക്കത് ലൈക്ക് എന്താ പറയാ, ഒരു പ്രത്യേകിച്ച് അതിലൊരു ഇത് പറഞ്ഞത് ഇനിയിപ്പം അല്ലാത്ത. പക്ഷെ അഖിൽ ബ്രോ പറഞ്ഞല്ലോ എന്താണ് അത് തെറ്റാണ്, അത് മറ്റേ ആളാണ് ബ്രോ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ
ഒരു പോയിന്റ് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. ഒരു കാര്യവുമില്ലാത്ത ഒരു രീതിയിലും ഇതാകാത്ത ഒരാളെ ബിഗ് ബോസ് ക്ഷണിക്കുമോ? ഇല്ല. ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഫേമസ് ആകുന്ന ഒരാളെ തന്നെയായിരിക്കും അവർ ചൂസ് ചെയ്യുക. അങ്ങനെ വന്നത് തന്നെയാണ് റിനോഷ്. അയാൾ സ്ഥിരമായി പറഞ്ഞിരുന്ന ഒരു കാര്യം, എനിക്ക് എതിരാളികളില്ല, പിള്ളേർ കളിക്കട്ടെ, ഞാൻ പുറത്ത് പോകാം, എന്നെ പുറത്ത് വിടൂ എന്നൊക്കെ പുള്ളി പറഞ്ഞിരുന്നു. പക്ഷെ നിർബന്ധിച്ച് കപ്പ് കൊടുത്തു എന്നൊക്കെയാണ് മാരാര് പറയുന്നത്. ചില സമയങ്ങളിൽ നമ്മുടെ കൈമോശം വരുന്ന വാക്കുകളിൽ കൂടെ തന്നെ സത്യം പുറം ജനതയ്ക്ക് മനസ്സിലാവൂ എന്നുള്ളതാണ്. വലിയ ആളാകാൻ നോക്കി ഉള്ള ഒരു അക്സെപ്റ്റൻസും കൂടെ നഷ്ടപ്പെടുത്തി എന്ന് മാത്രമേ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഈ പയ്യൻ കാര്യമായിട്ട് ഒരുപാട് കാര്യം പറയുന്നുണ്ട്. 29 മിനിറ്റ് വീഡിയോ ആണ്. അയാളുടെ ചാനലിലാണ്, പേര് റിനോഷ് ജോർജ് എന്നാണ്. പോയി നോക്കിയാൽ കാണാൻ കഴിയും. അഖിൽ സൂചിപ്പിച്ച 10,000 രൂപയുടെ ഇത്, അതായത് റിനോഷിന് പെർ ഡേ 10,000 കൊടുക്കുന്നുണ്ടായിരുന്നു. അതും അഖിലിന് കുറച്ച് വിഷമം ഉണ്ടാക്കി. എന്നെക്കാൾ ഒരുപാട് താഴ്ന്ന നിലയിലുള്ള എനിക്ക് നല്ല ശമ്പളം കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു വെപ്രാളം. ഇപ്പോൾ അതിനകത്ത് വീക്കിലി 30 എന്ന് പറയുന്നത് കളവാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ. 10,000 പുള്ളിക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഓരോരുത്തരുടെ എബിലിറ്റി അനുസരിച്ചാണ് പൈസ കൊടുക്കുക. മീൻസ് അവർ ഡിമാൻഡ് ചെയ്യുന്നതിനനുസരിച്ച്. കാർവാഴയ്ക്ക് 30,000 രൂപ പെർ ഡേ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ വിശ്വസിച്ചില്ലല്ലോ. അങ്ങനെ തന്നെയാണ്. 30 ആയിരിക്കില്ല, അതിലും കൂടുതലായിരിക്കാനാണ് ചാൻസ്. ബിക്കോസ് അയാളത് ഡിമാൻഡ് ചെയ്യും. അവൻ്റെ ഒരു ദിവസത്തെ റവന്യൂ അതിനേക്കാൾ കൂടുതലുണ്ടെന്നാണ് അവൻ്റെ ഒരു ഡിമാൻഡ്. എനിവേ, എന്തായാലും നല്ല പൈസ കൊടുത്താണ് കാർവാഴ അതിനകത്ത് കൊണ്ടുപോയിട്ടുള്ളത്. റിനോഷിനും അങ്ങനെ ഒരു പേയ്മെൻറ്റ് ഉണ്ടായിരുന്നു. അതിൽ നല്ല അസൂയയും ഉണ്ടായിരുന്നു പുള്ളിക്കാരന്. റിനോഷിനെയും ഈ റിനോഷിൻ്റെ എതിരാളിയെയും തമ്മിൽ തല്ലിച്ചതിൽ നല്ല കൈയുണ്ട് പുള്ളിക്ക്. സോ ഇതൊക്കെ പ്ലേഡാണ്, നല്ല സ്ക്രിപ്റ്റഡ് ആയിരുന്നു ലാസ്റ്റ് എപ്പിസോഡ്. ഇയാൾ എപ്പോഴും പറയണത് എൻ്റെ എപ്പിസോഡായിരുന്നു ബെസ്റ്റ്. ഇയാൾ മാത്രം കോൽക്കളി കളിച്ചു, ബാക്കിയുള്ളവരിൽ അടിച്ച് താഴ്ത്തി ഇകഴ്ത്തി വെച്ചിട്ട് ഇയാളൊരു മിടുക്കൻ. അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് കണ്ടസ്റ്റൻ്റ് ആയിരുന്നു നാദറ തനിക്കെതിരെ എന്താ പറയുന്നത്, എന്തുകൊണ്ട് പറയുന്നു? അതിനകത്ത് വ്യക്തമല്ലേ, താൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. കൂടുതൽ ഡെക്കറേഷൻ കൊണ്ട് തള്ളിക്കൊണ്ട് വരല്ലേ മാരാരെ, ഭയങ്കര ബോറാണ്. കിട്ടിയ പൈസ തിരിച്ചു കൊടുക്കുക. ഇനി നിങ്ങളുടെ എഫേർട്ടാണ്, നിങ്ങൾ കണ്ടന്റ് കൊടുത്തിട്ടാണ് നിങ്ങൾ പൈസ വാങ്ങിയെങ്കിൽ ഓക്കെ. ഈ കപ്പ് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ കപ്പം കൊണ്ട് കൊടുക്കുക, കാശ് കൊടുക്കണ്ട. നമ്മളെല്ലാവരും കൂടെ ചേർന്ന് നിൽക്കാം. നിങ്ങൾ കാശ് കൊടുക്കണ്ട, നിങ്ങളെ എഫേർട്ടിന് നിങ്ങൾ പൈസ വാങ്ങിച്ചെടുത്ത് ശരി സമ്മതിച്ച് ആ കപ്പങ്ങ് തിരിച്ചു കൊടുത്തൂടെ? നിങ്ങൾ നിന്ന ദിവസത്തെ ശമ്പളവും വാങ്ങിച്ചിട്ട് തന്ന കപ്പും അതിന് കിട്ടിയ റവന്യൂ കൊടുത്തിട്ട് ഇനി പോര്. അതല്ലേ കേമത്തരം, അതല്ലേ ഒരു വൃത്തിയുള്ള പരിപാടി. അതിന് പകരം ഇരുന്നുണ്ട് അത് കൊള്ളൂല ഇത് കൊള്ളൂല എന്ന് പറയാൻ. ഈ എള്ളുണങ്ങുന്നത് മനസ്സിലാകാം, അതിൻ്റെ കൂടെ ഈ എലിക്കാട്ടവും കൂടെ കിടന്ന് ഉണങ്ങാൻ നിൽക്കുന്നത് എന്തിനാണ്? അതെന്തിനാണ് ഈ ശ്രമിക്കുന്നത്? സത്യം പറഞ്ഞാൽ സ്വയം നശിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. താൻ ഭയങ്കര സംഭവമാണെന്നൊക്കെ സ്വയം തോന്നുന്നത് നല്ലതാണ്. അത് ഒരു കോൺഫിഡൻറ്റ് ലെവലാണ്, അതിനകത്ത് തർക്കമൊന്നുമില്ല. പക്ഷേ ഓവർ ആൻഡ് ഓവർ പുള്ളി പറയുന്നുണ്ട് ബാറ്റ്മാൻ, ഞാൻ തന്നെ ബാറ്റ് ചെയ്യും, ഞാനാണ് എല്ലാം പെർഫെക്റ്റ് എന്ന്. കുറേ അധികമുണ്ട്, കുറേ സ്കിപ്പ് ചെയ്യണം ഞാൻ. ഇഷ്ടപ്പെട്ടേക്കുന്ന ആൾക്കാർ വരെ ഞാൻ അവർക്ക് വേണ്ടി നിന്ന് ഇങ്ങനെ കളിച്ച് അല്ലെ അവർ പറയുന്ന പോലെ ചെയ്തിട്ട് അത് കാരണമല്ല എന്നെ ഇഷ്ടപ്പെടുന്നത്. എന്നെ ഇഷ്ടപ്പെട്ടേക്കുന്നത് ഞാൻ എനിക്ക് തോന്നിയ കാര്യങ്ങൾ ചെയ്ത് ഞാൻ അല്ല കൂടെ നടന്നു. എനിക്ക് പറയേണ്ട സ്ഥലത്ത്, എനിക്ക് പ്രതികരിക്കേണ്ട സ്ഥലത്ത് ഞാൻ പ്രതികരിച്ചു. മനസ്സിലായില്ലേ? ഞാൻ പുറത്തു വരുമ്പോഴാണ് ഇവരുണ്ട്, ആ നമുക്ക് സപ്പോർട്ട് ഉണ്ട്, അല്ല ഇങ്ങനത്തെ കാര്യങ്ങൾ ഇതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു. അപ്പം പെട്ടെന്ന് ഇപ്പുറത്തെ കുറച്ച് ആൾക്കാർ വാക്ക് കേട്ടോ, അല്ലെ അപ്പുറത്ത് ബ്രോ ഐ നോട്ട് റെഡി ഫോർ ദാറ്റ്. പിന്നെ ഡെഫിനറ്റ്ലി അവർ തരുന്ന ഒരു ഇത് ഏതോ പിള്ളേരെ അയച്ചതാണ്. മറ്റേ ഞാൻ ഇത് കഴിഞ്ഞ് വന്നപ്പോ ബിഗ് ബോസ് കഴിഞ്ഞ് വന്നപ്പോ ബ്രോഡ് കിട്ടുക പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ അതിനെ ഇതായിട്ട് പറഞ്ഞു. നോട്ട് കൈൻഡ് ഓഫ് റേസ് ഐ എം റണ്ണിങ്. മനസ്സിലായില്ലേ? എന്റെ ലീഗ് അല്ല, എന്റെ ടെറീം അല്ല, ഞാൻ ഇവിടെ റേസ് ചെയ്യാൻ അതിലേക്ക്. പുള്ളി ഫെയിമിന് വേണ്ടി ഒന്നും ചെയ്യത്തില്ല എന്നും ഇനി ഇതുമായിട്ട് മുൻപോട്ട് പോകാൻ താല്പര്യമില്ലെന്നാണ് പുള്ളിയുടെ കൺക്ലൂഷൻ. പിന്നെ ഒരു കാര്യം പറഞ്ഞത് എനിക്ക് നന്നായിട്ട് നല്ല വിഷമം തോന്നിയിരുന്നു. താൻ എന്തോ ചമ്മന്തിയും ചോറും തിന്നും, അല്ലെങ്കിൽ വെറും ചോറും തിന്നും, പച്ചമുളകും ചോറും തിന്നും, താനൊരു പാവം സാധാരണക്കാരനാണെന്ന് കാണിക്കാൻ. സാധാരണക്കാർക്ക് ഇത്രയും ധാർഷ്ട്യം വരത്തില്ലടോ. മനുഷ്യരായിട്ട് ജീവിക്കുന്ന സാധാരണ മനുഷ്യരാണെങ്കിൽ ഇത്രയും അറാമ്പറപ്പ് കാണിക്കത്തില്ല. അഭിനയിക്കുകയാണെന്നുള്ളത് കാണാൻ ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് മനസ്സിലാകും തൻ്റെ കയ്യിരിപ്പ് എന്താണെന്ന്. അത് വ്യക്തമാണ്. അതിനകത്തിന് കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഈ ഒരു വിഷയത്തിൽ റോബിനോടുള്ള തീവ്രമായ അസൂയ ഒന്നുകൊണ്ട് മാത്രമാണ് ഈ കടിയും കൊണ്ട് നിൽക്കുന്നത്.
റോബിനെ വിളിച്ച് അപമാനിച്ചപ്പോൾ പോലും ആ ഒരു ഇതിനകത്ത് റോബിൻ്റെ ഒപ്പം തന്നെയാണ് എല്ലാവരും നിന്നത്. അതായത് ഒരു സീസണിൽ അപമാനിക്കപ്പെടുകയും പുറത്താക്കപ്പെടുകയും ചെയ്തിട്ട് പോലും രണ്ടാമത്തെ സീസണിലും സെയിം സിറ്റുവേഷൻ ഉണ്ടായിട്ട് പോലും ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്നത് ഡോക്ടർ റോബിൻ തന്നെയാണ്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് തനിക്ക് എത്താൻ പറ്റാത്തതിൻ്റെ നിരാശ കൊണ്ട് അനാവശ്യമായി ബാക്കിയുള്ള കുട്ടികളെയും കൂടെ പിടിച്ചെടുത്തിട്ട് കാണാപ്പെടാന്ന് പറഞ്ഞാൽ ഓരോരുത്തരായി എടുത്തു വെച്ച് മറുപടി പറയും. ഞാൻ അത്രയും തരുമായിരിക്കും, തന്നാ വാങ്ങിച്ച് പുഴുങ്ങി തിന്നെ, അതേ നടക്കുകയുള്ളൂ. അത്രത്തോളം മോശമായിട്ടാണ് നീ അവരെ സ്റ്റേറ്റ് ചെയ്തത്. നിനക്ക് എന്തുണ്ട്, നീ ആര്, പാൽക്കുപ്പി, അത് ഇത്. ഒരാളെ ഇകഴ്ത്തുന്നതിനൊരു ഒരു കണക്കൊക്കെ വേണം. അവർക്ക് സംസാരിക്കാൻ അറിയില്ല എന്നൊരു തെറ്റിദ്ധാരണ നിനക്കുണ്ട്. തിരിച്ച് സംസാരിക്കാൻ അറിയുന്നവർ തിരിച്ച് സംസാരിക്കുമ്പോൾ നീ തീർന്നു എന്നുള്ളതാണ് വസ്തുത. നിൻ്റെ രാഷ്ട്രീയം, നിൻ്റെ ചിന്ത, നിൻ്റെതെല്ലാം ഈ ഡുവൽ പേഴ്സണാലിറ്റി ഉള്ള ഒരു ഇതാണ്. അത് ഈ ഫാദർ സിൻഡ്രോം ആണോ അല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഓൾ ഇൻ ടോട്ടൽ ഭയങ്കര ബോറിനാണ് താൻ, ഭയങ്കര ബോറിനാണ്. ഇപ്പോഴും പെൺകുട്ടികൾക്ക് ത്രെട്ടാകുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ കുട്ടികൾക്കും വിഷമമുണ്ടാക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ട് ഉണക്കേന്ന് മനോണ്ട് കയറിയിരിക്കുന്ന നിനക്ക് നടുവിരൽ നമസ്കാരമല്ല തരേണ്ടത്, വേറെ എന്തെങ്കിലും. നീ സിബിനെ സപ്പോർട്ട് ചെയ്യില്ലേ ദയവ് ചെയ്തിട്ട്? ആ ചെറുക്കനുള്ള അക്സെപ്റ്റൻസും കൂടെ പോയി പോകും. സിബിനെ പോലും വെറുക്കുന്നതാണ് നീ അവൻ്റെ ഒപ്പമാണെന്നറിയാം. നിനക്ക് സപ്പോർട്ട് ചെയ്യാൻ നല്ലൊരുത്തനെ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ സജഷനാണ് പേപ്പട്ടി പേയാട്. അവൻ നല്ല സ്ത്രീവിരുദ്ധനാണ്. അവൻ ഏത് പെണ്ണെ കണ്ടാലും സാമാനം പൊങ്ങുമെന്നും അനാവശ്യമായ കാര്യങ്ങൾ പറയണമെന്നും വീട്ടിലേക്ക് വരണമെന്നും 85 വയസ്സായ സ്ത്രീ പോലും അവനെ സെക്സിന് വിളിച്ചു എന്നൊക്കെ പറയുന്ന രീതിയിൽ നല്ല മാനേഴ്സുള്ള നല്ലൊരു പേപ്പട്ടിയാണ് അവൻ. അവനെ കൂട്ടിയിട്ട് പോ, അവനാകുമ്പോൾ ബെസ്റ്റാണ്. അതല്ലേ ശരി? നിൻ്റെ ഫോട്ടോ അവൻ എടുക്കുന്നുണ്ടെങ്കിൽ അവൻ നിനക്കിട്ടും പണി തരും. അമ്മാതിരി ഒരു വൃത്തികെട്ട ജന്തുവാണത്. അതിനെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന നിനക്ക് ആ നിലവാരമേ ഉണ്ടാവുകയുള്ളൂ. അപ്പം അങ്ങനെയുള്ള നിന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു പട്ടിച്ചാത്തനും വരത്തില്ല. ഇനി ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അവനിക്കും നിൻ്റെ അതേ മെൻറ്റാലിറ്റി ആണെന്ന് ഞാൻ പറയും. അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. റിനോഷിന് താങ്ക് യു സോ മച്ച്. നിങ്ങളിങ്ങനെ പ്രതികരിക്കണമായിരുന്നു. നിങ്ങൾ പ്രതികരിക്കാതിരുന്നെങ്കിൽ സത്യത്തിൽ പറഞ്ഞാൽ നിങ്ങളെ അന്നൊക്കെ ഞാനും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, വോട്ടും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങൾ മിണ്ടാതിരിക്കുന്നത് സത്യത്തിൽ ഒരു വേദനയുണ്ടായിരുന്നു. ആ വിഷമം അങ്ങ് മാറിക്കിട്ടി, കണക്കായിപ്പോയി. നന്നായി പറഞ്ഞു എന്നുള്ളതാണ്. പിന്നെ കുറച്ച് എന്താ പറയണത്, നിങ്ങളുടെ ഒരു ജനറേഷൻ്റെ ഒരു വിഷമം ബ്രോ അത് കുറച്ച് ഓവറായിരുന്നു. ദ റെസ്റ്റ് നിങ്ങൾ പോയിൻ്റാണ് പറഞ്ഞത്, കൃത്യമായി പറഞ്ഞു. അതിൽ ആരാ സപ്പോർട്ട് ചെയ്യണം? ഇനിയിപ്പോൾ ഇയാൾ പറഞ്ഞുകൊണ്ട് വരും ഡോക്ടർ റോബിൻ പൈസ കൊടുത്തിട്ടുണ്ട്, അങ്ങേർക്ക് വേറെ പണിയില്ല പൈസ കൊടുത്ത ആളെ കൊണ്ട് പറയിക്കാൻ. ഒരാൾക്കും പൈസ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഡോക്ടർ റോബിനെ പറ്റി നല്ലത് പറയാൻ ആർക്കും പൈസയുടെ ഒന്നും ആവശ്യമില്ല. അല്ലാതെ തന്നെ പറയാം, കാണുന്നതല്ലേ പറയേണ്ടത്. തീർച്ചയായിട്ടും നല്ല ഒരു മറുപടിയായിരുന്നു. എനിക്കത് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് അതെടുത്ത് വെച്ച് ഒരു റിയാക്ഷൻ ചെയ്തത്. താങ്ക് യു സോ മച്ച്.